കള്ളാറെത്തിയപ്പോൾ ഒരാൾക്കൂട്ടം നോക്കിയപ്പോൾ നമ്മുടെ MP പട്ടികവർഗ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തു. അതൊരു ടഫ് കോർട്ടാണ്. അവിടെ ഫൈവ്സ് കളിക്കാം, സെവൻസ് കളിക്കാം, ഷട്ടിൽ കോക്ക് കളിക്കാം, വോളിബോൾ കളിക്കാം. ഇനി ബാസ്കറ്റ് ബോളിനൊരു കോർട്ടും കൂടെ നിർമ്മിച്ചാൽ അവിടെ അതും കളിക്കാം. പട്ടികവർഗ കുട്ടികൾക്ക് കളിക്കാൻ സൗജന്യമായി കൊടുക്കണം. അത് വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന പണത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം പട്ടികവർഗ കുട്ടികളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി ചെലവഴിക്കണമെന്ന് മുനിസിപ്പാലിറ്റി ഞാനുമായി രേഖാമൂലം കരാറുണ്ടാക്കി വെച്ചു. പിന്നെ പനത്തടി പഞ്ചായത്തിൽ 18 ലക്ഷം രൂപയ്ക്ക് കുടിവെള്ളം, പട്ടികവർഗ കോളനികൾക്ക് ആവശ്യമായ എല്ലാ റോഡുകളും ഞാൻ കൊടുത്തു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ 18 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു ശ്മശാനം നവീകരിച്ചു. അതിൻ്റെ ഉദ്ഘാടനം അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നു. മാത്രമല്ല, കാല് മുറിച്ച് കളഞ്ഞവർക്ക് ആർട്ടിഫിഷ്യൽ ലിംബ്, ഒരു ലിംബിന് 5 ലക്ഷം, 4 ലക്ഷം, 3 ലക്ഷം, എവിടെ വെച്ചാണോ മുറിക്കുന്നത് അതിൻ്റെ അളവനുസരിച്ചിട്ട്. അതുകൂടാതെ മുച്ചക്ര വാഹനം, ഒരു മുച്ചക്ര വാഹനത്തിന് 1.5 ലക്ഷം രൂപ, ഒരു ഇലക്ട്രോണിക് വീൽ ചെയറിന് 1 ലക്ഷം രൂപ. അത് ഏതാണ്ട് 2.5 കോടി രൂപയ്ക്ക് കഴിഞ്ഞ 5 വർഷമായി കാസർഗോഡുകാർ കൊടുത്തു. ഇന്നലെ 11 ഇലക്ട്രോണിക് വീൽ ചെയർ പയ്യന്നൂർ ആ പ്രദേശത്തെ ആളുകൾക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഇന്നിവിടെ പങ്കെടുക്കുന്നത്.